SIT സംഘം സന്നിധാനത്ത് CI ഉൾപ്പെടെയുള്ള 7-അംഗ സംഘമാണ് പരിശോധനയ്ക്ക് സന്നിധാനത്തെത്തിയത്. കട്ടിളപ്പാളിയിലെ സ്വർണം കടത്തിയ കേസിൽ കൂടുതൽ അന്വേഷണമെന്ന് സൂചന. അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ മൊഴി പ്രകാരമുള്ള വിവരങ്ങൾ പിന്തുടർന്നുള്ള തെളിവ് ശേഖരണത്തിനും സൂചന. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, SIT സംഘം വീണ്ടും സന്നിധാനത്തെത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് പരിശോധന? രോഹിണി, ഇന്ന് രാവിലെ 9:30 മണിയോട് കൂടിയിട്ടാണ് പമ്പയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ സന്നിധാനത്തേക്ക് പരിശോധനയ്ക്കായിട്ട് പോയത്. തുടർന്ന് 11 മണിയോടുകൂടി സന്നിധാനത്തെത്തി പരിശോധന നടപടികൾ ആരംഭിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശബരിമലയിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. പ്രധാനമായിട്ടും കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഘട്ടത്തിലാണ് SIT ഇപ്പോൾ നിലനിൽക്കുന്നത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണക്കവർച്ച കേസിൻ്റെ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടപടികളൊക്കെ പൂർത്തീകരിച്ചിരുന്നു. അതിനുശേഷമാണ് കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവ് ശേഖരണം, വിവരശേഖരണമായിട്ടുള്ള നടപടികൾ അന്വേഷണ സംഘം ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സന്നിധാനത്തെത്തി പരിശോധന നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതിനു മുമ്പ് 2 തവണ SIT ടീം അംഗങ്ങൾ സന്നിധാനത്ത് തെളിവെടുപ്പ് പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരു തവണ SIT തലവനായിട്ടുള്ള SP ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ പരിശോധനയ്ക്ക് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സന്നിധാനത്ത് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദേവസ്വത്തിലെ ചില ഉദ്യോഗസ്ഥരോടക്കം അവിടെ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ അന്വേഷണ സംഘം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കും. പ്രധാനമായിട്ടും ദേവസ്വം രജിസ്റ്റർ അടക്കമുള്ള സുപ്രധാനമായിട്ടുള്ള രേഖകൾ, ഈ കട്ടിളപ്പാളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളും വിവരങ്ങളും ഒക്കെ പരിശോധിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒപ്പം ശബരിമലയിലെ പഴയ കട്ടിളപ്പാളി അതിപ്പോൾ ശബരിമലയിൽ തന്നെയുള്ള ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധന നടപടികളും ഇന്നുണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുള്ള മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സുധീഷ് കുമാറിൻ്റെ മൊഴികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലും അതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഇന്നത്തെ സന്നിധാനത്തെ പരിശോധന എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടിളപ്പാളി കേസിൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നത്. ആ അറസ്റ്റ് ചെയ്ത സമയത്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയിലടക്കം സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കുന്നത് നിലവിലെന്തായാലും അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും അന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ 3-ാം പ്രതിസ്ഥാനത്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒപ്പം ദേവസ്വം കമ്മീഷണറുമായിട്ടുള്ള N വാസുവിനെ അടക്കം പ്രതി ചേർത്തുകൊണ്ടുള്ള നടപടി അന്വേഷണ സംഘം ആരംഭിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരശേഖരണമായിരിക്കും അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടക്കം വിശദമായിട്ട് ചോദ്യം ചെയ്യും. നിലവിലിപ്പോൾ കസ്റ്റഡിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളത്. ഈ കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള മൊഴിയെടുപ്പ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും സന്നിധാനത്ത് നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ കൂടി അന്വേഷണത്തിൽ നിർണായകമാകുമെന്നുള്ളതാണ് കരുതുന്നത്. ഒപ്പം വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ പരിശോധന സന്നിധാനത്തിന് പുറത്ത് ഈ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ കട്ടിളപ്പാളി എത്തിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ചെന്നൈയിലടക്കം എത്തിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു അനധികൃതമായിട്ട്. അതിനെപ്പറ്റിയൊക്കെ തന്നെയായിരിക്കും പ്രധാനമായിട്ടും ഇനി വിവരശേഖരണം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോവുക. ഒപ്പം ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളും ഇതിനോടനുബന്ധമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം കൂടുതൽ ഊർജിതമായി തന്നെ നടപ്പാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രോഹിണി.